ഇപ്പോൾ 2025 ആ പദ്ധതിയുടെ പേരിലും ഘടനയിലും ക്രമീകരണത്തിലും വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇതുവരെ 100 തൊഴിൽ ദിനങ്ങളായിരുന്നു ഉറപ്പ് നൽകിയതെങ്കിൽ അത് 125 തൊഴിൽ ദിനങ്ങളായി ഉറപ്പാക്കും. ഒപ്പം വേതനം തൊഴിൽ കഴിഞ്ഞാൽ 7 മുതൽ 15 ദിവസത്തിനകം നൽകണം. അത് കഴിഞ്ഞും വേതനം നൽകിയിട്ടില്ലെങ്കിൽ തൊഴിലില്ലാ വേതനം നൽകാൻ തയ്യാറാകണം. ഒപ്പം അതിൻ്റെ വിഹിതം എന്നുള്ളത് കേന്ദ്ര സർക്കാർ 60%, സംസ്ഥാന സർക്കാർ 40% വഹിക്കും. അതിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലും 90% വിഹിതം കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കും. തൊഴിലാളികളുടെ ഇൻഷുറൻസ്, അവരുടെ അടിസ്ഥാന സൗകര്യം ഇവയെല്ലാം ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പദ്ധതിയുടെ പേര് മാത്രമല്ല, അതിൻ്റെ ഘടനയിലും ക്രമീകരണത്തിലും സമഗ്ര മാറ്റം വരുത്തിക്കൊണ്ട് അതിൻ്റെ തൊഴിലാളികൾക്ക്, ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യവും ഗുണങ്ങളും ലഭിക്കുന്ന രീതിയിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആ ബില്ല് ഇന്നലെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഇന്നും ലോക്സഭയുടെ അജണ്ടയിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ബില്ലിന്ന് പാസ്സാക്കാനാണ് സാധ്യത. ഗൗതം. ഓക്കെ ജിഷ്ണു, ഓക്കെ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സമഗ്രമായ മാറ്റത്തിന് ഒരുങ്ങുകയാണ്. തൊഴിൽ ദിനങ്ങൾ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ബില്ലാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. ശിവരാജ് സിംഗ് ചൗഹാൻ ഈ ബില്ല് അവതരിപ്പിച്ചു. ലോക്സഭയുടെ അജണ്ടയിൽ ഇന്നും ഈ ബില്ലുണ്ട്. പക്ഷേ ബില്ലിൻ്റെ പേര് മാറ്റി എന്ന് പറഞ്ഞ് ഇന്ത്യ സഖ്യം വലിയ പ്രതിഷേധം നടത്തുകയാണ്. അതിനാൽ ലോക്സഭയും രാജ്യസഭയും ഇന്ന് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 11 മണിക്ക് ഇരുസഭകളും ചേരുന്ന ഘട്ടത്തിൽ നമുക്ക് പാർലമെന്റിലേക്ക് മടങ്ങിപ്പോകാം. ജിഷ്ണുവാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന് നേരെ കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലത്ത് വനിതാ പോലീസിന് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പോലീസുകാരനെ കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നീണ്ടകര പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരം ഒരു സംഭവം അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തത്. നവാസ് എന്ന പോലീസുകാരനെയാണ് ഇപ്പോൾ കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എം മനോജ് ഉണ്ട്. മനോജ്, പറയൂ വിശദാംശങ്ങൾ. അതായത് ഈ വനിതാ പോലീസിനോട് ലൈംഗിക അതിക്രമം കാട്ടി എന്നതാണല്ലോ ഇയാൾക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണം എന്നുള്ളത്. ഈ വിഷയത്തിൽ കമ്മീഷണർ കൃത്യമായി ഒരു അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൽ ഇയാൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ നവാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ഗൗതം, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോലും സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ്. അതായത് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പോലും അവർക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ നവംബർ 6-ാം തീയതിയാണ് സംഭവം. ഡ്യൂട്ടി കഴിഞ്ഞ്, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമ മുറിയിലേക്ക് പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്രമ മുറിക്ക് സമീപം നിന്നിരുന്ന നവാസ് എന്ന CPO, ഈ CPO അങ്ങോട്ടേക്ക് പോയ വനിതാ ഉദ്യോഗസ്ഥയോട് അവിടെ വെച്ച് തന്നെ ലൈംഗികാതിക്രമണം നടത്തുകയായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഈ വനിതാ പോലീസുകാരി അതിനെ എതിർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നു. പിന്നീടാണ് കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നത്. പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വകുപ്പ് തല അന്വേഷണം നടന്നു. അന്വേഷണത്തിലാണ് ഇത്തരമൊരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കമ്മീഷണർക്ക് ബോധ്യമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടിയെടുത്തിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു നവാസ്. എന്നാൽ ആ ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് നടപടികളിലേക്കടക്കം കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സാധാരണയായി സ്ത്രീകൾക്ക് സുരക്ഷ നൽകേണ്ട പോലീസുകാർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിനുള്ളിലാണ്. അതായത് പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം, പുറത്തെങ്ങുമല്ല. എന്തായാലും വലിയ തരത്തിലുള്ളൊരു ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്ന ഒരു വനിതാ പോലീസുകാരി തൻ്റെ ആ ഒരു അവസ്ഥയിലാണ് പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരോട് ഈ കാര്യം പറയുകയും ഇവിടെയുള്ള സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തത്. ഓക്കെ മനോജ്, എന്തായാലും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെയൊക്കെ ഒരു അവസ്ഥ നോക്കുക. വനിതാ പോലീസിനെ പുരുഷ പോലീസുകാർ ഉപദ്രവിക്കുക, ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുക, ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ടകരയിലെ കോസ്റ്റൽ ഗാർഡിൻ്റെ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരമൊരു സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നവാസ് എന്ന പോലീസുകാരനെ കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ദേവസ്വം ഭൂമി കൊള്ളയ്ക്ക് പിന്നാലെ ക്ഷേത്രവും പുറമ്പോക്കെന്ന് സംസ്ഥാന സർക്കാർ. കൊല്ലം ചവറ മായ യക്ഷിക്കാവ് ക്ഷേത്രം സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലെന്ന് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. ക്ഷേത്രം ഉൾപ്പെടുന്ന 1.53 ഏക്കർ ഭൂമി ഇപ്പോഴും സർക്കാർ പുറമ്പോക്കാണെന്നാണ് ഉത്തരവിൽ പരാമർശിക്കുന്നത്. റീസർവേയിലൂടെ ക്ഷേത്രഭൂമി തട്ടിയെടുത്തതിന് പിന്നാലെയാണ്
പുറമ്പോക്ക് ഭൂമി എന്ന റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. ക്ഷേത്രഭൂമി തട്ടിയെടുത്ത സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ ഉത്തരവിൽ സംരക്ഷണം നൽകുന്നുണ്ട്. വിവരങ്ങൾ പ്രജിത്താണ് നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നും. പ്രജിത്ത്, ഈ ദേവസ്വം ഭൂമികൾ ധാരാളമായി അന്യാധീനപ്പെട്ട് പോയിട്ടുണ്ട് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഈ ദേവസ്വം ഭൂമികൾ നഷ്ടപ്പെട്ടതിന് പിന്നാലെ